ഇവിടെ അറിയേണ്ട ഒരു കാര്യം, ഈ ഹരികുമാർ ജോയിന്റ് രജിസ്ട്രാർ ആണല്ലോ നിലവിൽ. ജോയിന്റ് രജിസ്ട്രാർ ചുമതലയിൽ നിന്ന് നീക്കി പകരം മറ്റെന്തെങ്കിലും ചുമതല നൽകിയോ? നിലവിൽ മിനി കാപ്പൻ ഒരു ജോയിന്റ് രജിസ്ട്രാർ ആണോ? ഈ നിലവിൽ നമുക്കറിയാം അവിടെ ജോയിന്റ് രജിസ്ട്രാർമാർ 2-3 പേരുണ്ടാകും കേരള സർവകലാശാലയിൽ. അതിൽ നിലവിൽ മിനി കാപ്പൻ ഏത് വിഭാഗത്തിൻ്റെ ജോയിന്റ് രജിസ്ട്രാർ ആയിരുന്നു? അവർക്ക് ഇപ്പോൾ നിലവിൽ രജിസ്ട്രാറിൻ്റെ ചുമതല കൂടി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹരികുമാറിനെ ചുമതലയിൽ നിന്ന് മാറ്റി മറ്റെന്തെങ്കിലും ചുമതല നൽകുകയാണോ ചെയ്തത്? നിലവിലേതായാലും ഹരികുമാറിന് മറ്റ് ചുമതലകളൊന്നും നൽകിയിട്ടില്ല. ജോയിന്റ് രജിസ്ട്രാറുടെ ചുമതലയാണ് നിലവിൽ ഹരികുമാറിന്. കഴിഞ്ഞ ദിവസത്തെ സിൻഡിക്കേറ്റ് യോഗത്തിന്റെ തീരുമാനപ്രകാരമാണെങ്കിൽ അദ്ദേഹത്തിന്റെ ചുമതല എന്ന് പറയുന്നത് ജോയിന്റ് രജിസ്ട്രാർ ചുമതലയായിരുന്നു. പക്ഷേ ഇവിടെ കാണേണ്ടത് VC നടപടിയെടുക്കുന്നത് അദ്ദേഹത്തെ രജിസ്ട്രാർ ചുമതലയിൽ നിന്ന് മാറ്റിക്കൊണ്ടാണ് എന്നുള്ളതാണ്. കാരണം VC ഡോക്ടർ മോഹനൻ കുന്നുമലാണ് ഇവിടെ നിന്നും അദ്ദേഹം റഷ്യയിലേക്ക് യാത്ര തിരിക്കുന്നതിന് തൊട്ടു മുൻപ് നിലവിലുണ്ടായിരുന്ന രജിസ്ട്രാർ KS അനിൽകുമാറിനെ മാറ്റുകയും പകരം ചുമതല P ഹരികുമാറിന് നൽകുകയും ചെയ്തത്. അപ്പോൾ രജിസ്ട്രാറുടെ ചുമതലയാണ് ഹരികുമാറിന് ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ചേർന്ന പ്രത്യേക സിൻഡിക്കേറ്റ് യോഗമാണ് രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കുകയും KS അനിൽകുമാറിനെ വീണ്ടും രജിസ്ട്രാറായി ചുമതലയേൽക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുകയും അദ്ദേഹം രജിസ്ട്രാറായി ചുമതലയേൽക്കുകയും ചെയ്തത്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് സിൻഡിക്കേറ്റിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ P ഹരികുമാർ ജോയിന്റ് രജിസ്ട്രാറാണ്. അല്ലാത്ത പക്ഷം VCയുടെ ഡോക്ടർ സിസ തോമസിന്റെ നടപടി പ്രകാരമാണെങ്കിൽ രജിസ്ട്രാറുടെ തസ്തികയിൽ നിന്നാണ് നിലവിൽ ഇപ്പോൾ P ഹരികുമാറിനെ മാറ്റിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. ഏതായാലും തത്വത്തിൽ കേരള സർവകലാശാലയ്ക്ക് ഇപ്പോൾ 2 രജിസ്ട്രാർ എന്നുള്ളൊരു നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർ നടപടികളിലേക്ക് മുന്നോട്ട് പോകുക എന്നുള്ളൊരു തീരുമാനം തന്നെയാണ് സിസ തോമസ് കൈക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അതിന്റെ ഭാഗമായി നിയമോപദേശം, അതായത് KS അനിൽകുമാർ കഴിഞ്ഞ ദിവസം വീണ്ടും രജിസ്ട്രാറായി ചുമതല ഏറ്റെടുത്ത ഒരു സാഹചര്യം, അതിന്റെ നിയമോപദേശം ഇതിനകം തന്നെ സിസ തോമസ് തേടിയിട്ടുണ്ട്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടിയിലേക്ക് കടക്കാനാണ് തീരുമാനം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് തന്നെയാകും കേരള സർവകലാശാല വേദിയാവുക എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ഇതിനകം തന്നെ SFI പ്രതിഷേധവുമായി രംഗത്തെത്തി കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ കേരള സർവകലാശാലയിലെ ജീവനക്കാരുടെ പ്രതിഷേധവും ഇവിടെ ആരംഭിക്കുന്നതാണ്. സിജോ, ഷീജാപ്പം, നിലവിൽ നമുക്കറിയാം രാവിലെ തന്നെ അനിൽകുമാർ രജിസ്ട്രാർ ചുമതല ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ ഓഫീസ് മുറിയിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ മിനി കാപ്പന് ചുമതല നൽകിയിട്ടുണ്ടല്ലോ. മിനി കാപ്പൻ ചുമതല ഏറ്റെടുക്കാൻ സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ടോ ഈ VC സിസ തോമസ്? അങ്ങനെ സമയപരിധിയായി നിശ്ചയിച്ചു നൽകിയിട്ടില്ല. പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ നിലവിൽ ഇപ്പോൾ രജിസ്ട്രാറുടെ ചുമതല KS അനിൽകുമാർ നിർവഹിക്കുന്നുണ്ട്. രജിസ്ട്രാറുടെ ക്യാബിനിൽ ഉള്ളതും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം അതിന്റെ തുടർ പ്രവർത്തനങ്ങളും നടപടികളും ഒക്കെയായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ അതൊന്നും കൂസാതെ കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ്, അതായത് കേരള സർവകലാശാലയുടെ പരമോന്നത ബോഡിയായി കണക്കാക്കപ്പെടുന്ന കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് യോഗം എടുത്ത തീരുമാനം അതിനെ അംഗീകരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ സിസ തോമസ് തുടർ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. പക്ഷേ സിൻഡിക്കേറ്റിന്റെ തീരുമാനമാണ് അന്തിമമായിട്ടുള്ള തീരുമാനം. അത് മാത്രമാണ് നിയമപരമായി ശരി എന്നുള്ളതാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളും വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ വിഷയം, ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ സമഗ്രമായി തന്നെ കോടതിയുടെ പരാമർശങ്ങൾക്കും ഇടയാകും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അതിനിടയിലാണ് ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇതിൽ തുടർ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. സിസ തോമസിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു റിപ്പോർട്ടും സിസ തോമസിനോട് തേടിയിട്ടുണ്ട്. സിസ തോമസിന്റെ റിപ്പോർട്ട് ഇപ്പോൾ രാജ്ഭവന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിലുള്ള തുടർ നടപടി കൂടി ഉടൻ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. സിജോ, ഷിജ, വളരെ വേഗമാണ് കാര്യങ്ങൾ നടക്കുക. ഇന്ന് ഈ 11:45 നടന്ന കാര്യങ്ങൾ സമഗ്രമായി പറഞ്ഞു കഴിഞ്ഞാൽ, സംക്ഷിപ്തമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, സിസ തോമസ് ജോയിന്റ് രജിസ്ട്രാറോട് വിശദീകരണം തേടി. ജോയിന്റ് രജിസ്ട്രാറെ അതോടൊപ്പം തന്നെ ഹരികുമാറിനെ ചുമതലയിൽ നിന്ന് നീക്കി. ഇതേസമയം തന്നെയാണ് ചാൻസലർ കൂടിയായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ VCയോട് വിശദീകരണം തേടുകയും ചെയ്തിട്ടുള്ളത്. വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ഇപ്പോൾ ഷീജ ഒടുവിൽ പറഞ്ഞു നിർത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സിസ തോമസ് റിപ്പോർട്ട് ഇപ്പോൾ ഈ ചാൻസലർക്ക് നൽകി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? നിലവിൽ വളരെ കൃത്യമായ കരുതിക്കൂട്ടി തന്നെയാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും ഈ VCയും മോഹൻ കുന്നുമലും അതിനെ പകരക്കാരിയായി വന്ന സിസ തോമസും നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ സർവകലാശാലയുടെ സുഗമമായ പ്രവർത്തനത്തിനല്ല ഈ VCയും ഗവർണറും ചാൻസലറും ശ്രമിക്കുന്നത്. കൃത്യമായി തന്നെ ഒരു അന്യായമായ പോരിൻ്റെ ഒരു മുഖം തുറന്നിരിക്കുകയാണ് ഇവരെല്ലാം. ഇത് കൃത്യമായി തന്നെ ഒരു നിയമ പോരാട്ടത്തിലും അല്ലെങ്കിൽ ശരിയായ പാതയിൽ തന്നെ നേരിടുമെന്നാണ് സിൻഡിക്കേറ്റ് പറയുകയും ചെയ്തത്. ഇന്ന് നടന്ന കാര്യങ്ങൾ വളരെ ചുരുക്കി പറയാൻ കഴിയുന്നത് എങ്ങനെയാണ് ഷീജ, രാവിലെ മുതൽ?
തീർച്ചയായും സിജു, അതായത് ഇന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം ചേർന്നുകൊണ്ടാണ് നിലവിൽ VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ സസ്പെൻഡ് ചെയ്ത KS അനിൽകുമാർ, രജിസ്ട്രാർ സ്ഥാനത്ത് നിന്നും സസ്പെൻഡ് ചെയ്ത KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം റദ്ദാക്കുന്നു. അദ്ദേഹത്തോട് ചുമതല ഏറ്റെടുക്കാൻ പറയുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി വന്ന് രജിസ്ട്രാറുടെ ചുമതല ഏറ്റെടുക്കുന്നു. ഈ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ നമുക്ക് ഇതിൽ തുടക്കം കുറിച്ചത് VCയുടെ ഭാഗത്തു നിന്നുള്ള നടപടി വിശദീകരണം തന്നെയാണ്. അതായത് VC വിശദീകരണം തേടി ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാറിനോടാണ് വിശദീകരണം തേടിയത്. ഇതിൽ വിശദീകരണത്തിൽ ആവശ്യപ്പെട്ടിരുന്നത് ഏത് സാഹചര്യത്തിലാണ് രജിസ്ട്രാറായി വീണ്ടും KS അനിൽകുമാർ ചുമതല ഏറ്റെടുത്തത്, അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായാൽ അത് ഗുരുതരമായിട്ടുള്ള ചട്ടങ്ങളുടെ ലംഘനമാണ്, അതിൽ തുടർ നടപടി ഉണ്ടാകും എന്നുള്ളൊരു മുന്നറിയിപ്പടക്കം നൽകിക്കൊണ്ട് ഇതിൽ വിശദീകരണം നൽകാനാണ് P ഹരികുമാറിനോട് ആവശ്യപ്പെട്ടത്. പക്ഷേ P ഹരികുമാർ ഇതിൽ കൃത്യമായ രീതിയിൽ ഇതിൽ വിശദീകരണത്തിന് സമയം നീട്ടി ചോദിക്കുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഹരികുമാർ അവധിയിൽ പ്രവേശിക്കുകയും ചെയ്തിരുന്നു. സിൻഡിക്കേറ്റിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ P ഹരികുമാർ ജോയിന്റ് രജിസ്ട്രാറാണ്. അതോടൊപ്പം തന്നെ പക്ഷേ സിസ തോമസ് പറയുന്നത് അദ്ദേഹത്തിന് രജിസ്ട്രാറുടെ ചുമതലയാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ചുമതല, രജിസ്ട്രാറുടെ ചുമതല വഹിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറം ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷേ അതേ തുടർന്ന് തൊട്ടു പിന്നാലെ എത്തുന്നത് P ഹരികുമാറിനെതിരെയുള്ള നടപടിയാണ്. അദ്ദേഹത്തെ ആ ചുമതലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് സിസ തോമസിന്റെ ഓഫീസ് അറിയിക്കുന്നത്. അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത് രജിസ്ട്രാറുടെ ചുമതലയിൽ നിന്നാണ് എന്നുള്ളതാണ് അറിയിക്കുന്നത്. അതിന് പകരം ചുമതല ഡോക്ടർ മിനി കാപ്പന്, ഫിനാൻസിന്റെ ചുമതലയുള്ള മിനി കാപ്പന് നൽകി എന്നുള്ള അറിയിപ്പും വരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ചുമതലയേറ്റ് KS അനിൽകുമാർ, രജിസ്ട്രാർ ആയിട്ടുള്ള KS അനിൽകുമാർ ഇന്ന് രാവിലെ തന്നെ സർവകലാശാലയിൽ എത്തുകയും അദ്ദേഹത്തിന്റെ തുടർ നടപടികളിലേക്ക് അദ്ദേഹം കടക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ രണ്ട് രജിസ്ട്രാർമാർ കേരള സർവകലാശാലയ്ക്ക് നിലവിൽ ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യമാണ് VCയുടെ നടപടിയുടെ കൂടി ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം, ജോയിന്റ് രജിസ്ട്രാറെ ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് കേരള സർവകലാശാലയിൽ ഉയർന്നു വരുന്നത്. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് SFI പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. തൊട്ടു പിന്നാലെ തന്നെ സർവകലാശാലയിലെ ജീവനക്കാരടക്കം പ്രതിഷേധവുമായി രംഗത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും VCയുടെ ഈ തീരുമാനം ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. സിജു. ശരി, ഷീജയാണ് തിരുവനന്തപുരത്ത് കേരള സർവകലാശാല ആസ്ഥാനത്തിന് മുമ്പിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രതികാര നടപടി തുടരുകയാണ് സിസ തോമസ്, താൽക്കാലിക ചുമതലയുള്ള കേരള സർവകലാശാലയുടെ VC.